ഹായ് നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 11ാം സീസണിന് നാളെ തുടക്കം കുറിക്കുകയാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്നത് സെപ്റ്റംബർ 15-ാം തീയതി കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് പഞ്ചാബ് എഫ്സിക്കെതിരെയാണ്. ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ലൈനപ്പാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ പറയുകയാണ്, സാധ്യത മാത്രമുള്ള ലൈനപ്പാണ്. ബ്ലാസ്റ്റേഴ്സ് ഈ ലൈനപ്പിൽ ഇറങ്ങൂ എന്നൊന്നും പറയുന്നില്ല, മറിച്ച് ഒരു സാധ്യതയായിട്ട് മാത്രം കാണുക. ഗോൾ പോസ്റ്റിൽ സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. ഇനി ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് സ്റ്റോപ്പർ ബാക്ക് ആയിട്ട് അല്ലെങ്കിൽ സെന്റർ ബാക്കുകളായിട്ട് പ്രീതം കോട്ടാലും അതോടൊപ്പം മിലോസ് റെൻസിച്ചും കളിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അത് മിലോസ് റെൻസിച്ചിനെയാണ്. അതുകൊണ്ട് താരത്തെ അത് 11-ൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ലൈനപ്പ് കമന്റ് ബോക്സിൽ കുറിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും നമ്മൾ സ്റ്റോപ്പർ ബാക്കിന്റെ കാര്യത്തിലേക്ക് വന്ന സമയത്ത് പറഞ്ഞു, പ്രീതം കോട്ടാലും മിലോസ് റെൻസിച്ചിനെയുമാണ് പ്രതീക്ഷിക്കുന്നത്. റൈറ്റ് ബാക്ക് ആയിട്ട് ഐബൺ ദോഹ്ലിങ്ങും അതുപോലെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഓച്ച സിംഗിനെയുമാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഫ്രെഡി ലലമൗയ അതുപോലെ തന്നെ ദാനിഷ് ഫാറൂഖ്, ഈ രണ്ട് താരങ്ങളെയുമാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിലേക്ക് അഡ്രിയാൻ ലൂണ വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. സോ നമുക്കറിയാം, അഡ്രിയാൻ ലൂണ തന്നെ നാട്ടിലേക്ക് പോയിരുന്നു. പക്ഷേ താരം ആദ്യ മത്സരത്തിനുണ്ടാവും എന്ന് ബ്ലാസ്റ്റേഴ്സ് തന്നെ അറിയിച്ചു. അതോടൊപ്പം നോഹ സദോയ്ക്കും സസ്പെൻഷൻ ഒന്നും കാരിങ് ഫോർവേഡ് ചെയ്യുന്നില്ല. താരവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് ലൂണ വരുമ്പോ റൈറ്റ് വിങ്ങർ ആയിട്ട് ഐമനെയാണ് നമ്മൾ ആദ്യ 11-ൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ രാഹുൽ KP അല്ലെങ്കിൽ മറ്റു താരങ്ങളും വന്നേക്കാം. എങ്കിൽ പോലും ഐമനെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലെഫ്റ്റ് വിങ്ങർ ആയിട്ട് നോഹ സദോയ് തന്നെ കളിക്കാനുള്ള സാധ്യത കാണുന്നു. മുന്നേറ്റ എന്ന നിരയിൽ ജീസസിനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പെപ്പർ വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഏതായാലും ഇതാണ് നമ്മുടെ ലൈനപ്പ്. നേരത്തെ പറഞ്ഞതുപോലെ സാധ്യത 11 ആയിട്ട് മാത്രം നിങ്ങൾ എടുക്കുക. അപ്പോ വീഡിയോയിൽ വന്ന പിഴവുകളൊക്കെ ക്ഷമിക്കണമെന്ന അഭ്യർത്ഥനയോടെ എല്ലാവർക്കും നന്ദി.